சாமியே சரணமையப்பா. சபரிமலை இந்த ஆண்டு பக்தர்கள் கூட்டத்தால் நிரம்பி வழிகிறது. கட்டுக்கடங்காத கூட்டத்தை சமாளிப்பதற்கு திருச்சூர் ஜில்லா ஃபயர்ஃபோர்ஸ் சர்வீஸ் செய்து வருகின்ற உன்னதமான பணியை இந்த வீடியோவில் நீங்கள் பார்க்கலாம். புனிதமான 18ஆம் படியை தூய்மை செய்வதையும் பல இடங்களை கழுவி சுத்தம் செய்வதையும் காத்திருக்கின்ற பக்தர்களை வகைப்படுத்தி அவரவர்கள் வழிகளுக்கு திருப்பி விடுவதையும் மேலும் காயமுற்ற ஐயப்ப பக்தர்களை தகுந்த சமயத்தில் ஆஸ்பத்திரிக்கு எடுத்துச் செல்வதையும் தங்களுடைய புனித சேவையாகவே கருதி செய்து வருகிறார்கள். அவர்களை நாம் பாராட்டியே ஆக வேண்டும். ஃபயர்ஃபோர்ஸ் செய்து வரும் உன்னத பணியை விளக்குகிறார் சீனியர் ഫയർഫോഴ്സ് ഓഫീസർ. എൻ്റെ പേര് ജില്ലാ ഫയർ ഓഫീസർ ഇവിടെ സ്പെഷ്യൽ ഫയർ ഫീൽഡ് സ്റ്റാഫ് ഉൾപ്പെടെ ഏതാണ്ട് 80ഓളം ആൾക്കാർ ഇവരെല്ലാം ഓഫീസേഴ്സ് ഉൾപ്പെടെ ജോലി ചെയ്ത് വരുന്നുണ്ട്. ഈ പ്രാവശ്യം അതിന് വളരെ അപൂർവമായ ജനക്കൂട്ടമാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഡ്യൂട്ടിക്ക് അതിൻ്റെ റിസ്ക് ധാരാളം. പക്ഷേ കൂടെയുള്ള ജീവനക്കാരിൽ തന്നെ വളരെ പലരും കൂടുതൽ പേര് വളരെയേറെ എക്സ്പീരിയൻസ് ഉള്ളവരും കൂടുതൽ കാലം സർവീസ് ചെയ്തിട്ടുള്ളവരും ആണ്. ഇവിടെ നമ്മൾ പ്രധാനമായും ചെയ്യുന്നത് ഈ ഒന്നര പോയിന്റ് ആൾക്കാരെ സഹായിക്കുന്നതിന് പുറമെ അവർ റിസ്ക് ആയിട്ടുള്ള പല കോളുകളും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ 280 പരം കാളുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആൾക്കാരും മോഹാലസ്യപ്പെട്ട് വീഴുക അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരെ ആൾക്കാരെ സഹായിക്കുക ഇങ്ങനെയുള്ള ജോലികളാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ ശരംകുത്ത് ഭാഗത്തു നിന്നുള്ള ആൾക്കാരെ ഹോസ്പിറ്റലിൽ ചെയ്യുന്നത് ഏറ്റവും റിസ്ക്കുള്ള കാര്യങ്ങളാണ്. വളരെ ശ്രമകരമായാണ് ആ ജോലികൾ ചെയ്തു വരുന്നത്. അവിടെ നമ്മുടെ സ്ട്രക്ചറൽ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ഇങ്ങോട്ടുള്ള അമ്പലത്തിലേക്ക് വരുന്ന അമ്പലത്തിന്റെ ഭാഗത്തുള്ള ഹോസ്പിറ്റലിലേക്ക് വരുന്ന വഴി വളരെ ഇടുങ്ങിയ റിസ്ക്കുള്ളതാണ്. അതിന് അത്രയും ഭാരമായ ആൾക്കാരെ വഹിച്ച് നിർത്തുന്ന വലിയ അതിന്റെ നാടായിട്ടുള്ള ജോലികളാണ്. അത്തരം ജോലികൾ ധാരാളം ചെയ്തു വരുന്നു. കൂടാതെ ഇവിടുത്തെ സ്ഥാപനങ്ങൾ, വ്യവസായ സ്ഥാപന ഹോട്ടലുകൾ, മറ്റ് കടകളെല്ലാം കൃത്യമായി 3ഓളം ടീമുകൾ നമ്മൾ സജ്ജമാക്കി ഇൻസ്പെക്ഷൻ നടത്തി വരുന്നുണ്ട്. അവർക്ക് ആവശ്യമായ ഉപദേശങ്ങൾ, അവിടെയുള്ള ഫയർ അസിസ്റ്റന്റ് ഉപകരണങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ അവബോധം വളർത്തുന്നുണ്ട്. കൂടാതെ ഇവിടെ പല സ്ഥലങ്ങളിലും ഡീസൽ പോലുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. അവിടെ എന്തൊക്കെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അവരുടെ സ്പെഷ്യൽ ഓഫീസേഴ്സുമായി കൺസൾട്ട് ചെയ്ത് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം അത്തരം കാര്യങ്ങൾ നടപ്പാക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ നമ്മൾ പ്രധാനമായും കാണുന്നത് ഇവിടെ നമ്മുടെ സന്നിധാനത്തെ സോപാനം, 18ആം പടി എന്നിവയെല്ലാം നമ്മുടെ വർഷങ്ങളായി വീഡിയോ പിടിച്ചിരുന്നാൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, മറക്കാതീர்கள் നண்பர்களே. ബെൽ ബട്ടണை അമർത്തുங்கள். അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, വണക്കം. പ്രവർത്തിക്കുന്നതിനായിട്ടുള്ള പരിശീലനം ക്ലാസുകൾ കൂടെ നടത്തുന്നുണ്ട്.